സ്വർണം നമ്മുടെ ജീവിതത്തിലെ ആഡംബരമായിട്ടും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടെല്ലാം പല രീതിയിൽ നമ്മൾ സ്വർണത്തെ ഉപയോഗിക്കാറുണ്ട്. ഒരു കുട്ടി ജനിച്ച് ആദ്യം അവന്റെ നാക്കിൻ തുമ്പിൽ സ്വർണം തൊട്ട് കൊടുക്കുമ്പോൾ മുതൽ തന്നെ ഒരുവന്റെ ജീവിതത്തിൽ സ്വർണം എത്രത്തോളം അത്യന്താപേക്ഷിതമാണെന്നുള്ള കാര്യത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. കുട്ടി ജനിച്ചതിന് ശേഷം അവന്റെ ഓരോ ജന്മദിനത്തിലും, അതൊരു പെൺകുട്ടിയാണെങ്കിൽ അവൾ പ്രായപൂർത്തിയാകുന്ന സമയത്തും അവരുടെ വിവാഹത്തിനുമെല്ലാം നമ്മൾ മലയാളികൾക്ക് സ്വർണം എന്നുള്ളത് വളരെയധികം മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. ഒരു പക്ഷെ അത് നമ്മുടെ പ്രൗഢി കാണിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ വെൽത്ത് കാണിക്കാൻ എന്നതിനെല്ലാം തന്നെ വേണ്ടിയായിരിക്കാം. ഇവിടെ നമ്മൾ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ പണ്ടുള്ള കാലം മുതൽ തന്നെ നമ്മൾ സ്വർണം ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ ചില കുടുംബങ്ങളിൽ ചെറുമകൾക്ക് വേണ്ടി അമ്മുമ്മയും അവരുടെ അമ്മുമ്മയുടെ കാലത്തെല്ലാം സ്വർണം സൂക്ഷിച്ചു വെച്ച് നൽകാറൊക്കെ ഉണ്ട്. അതായത് വർഷങ്ങളോളമായിട്ടാണ് ഈ ഒരു സ്വർണം ഇത്രത്തോളം വിലയുള്ളതായി ഓരോ മനുഷ്യർക്കിടയിലും നിലനിൽക്കുന്നത്. അതിന് ഓരോ കാലഘട്ടങ്ങൾക്കനുസരിച്ച് വില മാറാറുമുണ്ട്. ഇപ്പോൾ സ്വർണത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിലയിലാണ് വിൽക്കുന്നതെങ്കിലും സ്വർണം വിൽക്കാനും ആൾക്കാരുണ്ട്, വാങ്ങാനും ആൾക്കാരുണ്ട്. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് എന്താണ് സ്വർണം, എന്തുകൊണ്ടാണ് ഈ സ്വർണത്തിന് ഇത്രയേറെ വിലയുള്ളത്, നമുക്ക് സംസാരിക്കാം. ഞാൻ വിവേക്, വെൽക്കം ടു റിയാലിറ്റി ടോക്സ്. ടൊവിനോ തോമസിന്റെ അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയിൽ നക്ഷത്രക്കല്ല് ഭൂമിയിൽ പൊട്ടി വീഴുകയും അതിനൊരു അത്ഭുത സിദ്ധി ഉള്ളത് കൊണ്ട് തന്നെ അതുപയോഗിച്ച് ഒരു വിളക്കുണ്ടാക്കുകയും അത് നാട്ടുകാരെ എല്ലാം സന്തോഷിപ്പിക്കുകയും ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ അത്തരമൊരു കാര്യം കെട്ടുകഥയാണെങ്കിലും ആ സിനിമയിൽ പറഞ്ഞ യഥാർത്ഥ നക്ഷത്രക്കല്ലെന്ന് പറയുന്നത് നമ്മുടെ സ്വർണം തന്നെയാണ്. അതായത് ഭൂമിയിൽ സ്വർണം ഒരിക്കലും പുതുതായി രൂപപ്പെടുന്നില്ല, പകരം സ്വർണം എന്നത് നക്ഷത്രക്കല്ലിന്റെ ഭാഗങ്ങളാണ്. നമ്മൾ ആകാശത്ത് കാണുന്ന സൂര്യൻ ഉൾപ്പെടെയുള്ള നക്ഷത്രങ്ങൾക്ക് ഒരു ജീവിത കാലഘട്ടമുണ്ട്. ആ നക്ഷത്രങ്ങൾ രൂപപ്പെട്ട് കാലങ്ങൾക്ക് ശേഷം അത് അവസാനിക്കുകയും ചെയ്യും. അത്തരത്തിൽ അവസാനിക്കുന്ന നക്ഷത്രങ്ങൾ വലിയ പ്രഷറിലും ടെമ്പറേച്ചറിലും ചില സ്പെസിഫിക് കണ്ടീഷനിലും പൊട്ടിത്തെറിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സ്വർണം ഉണ്ടാവുന്നത്. അത് നമ്മുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാവുകയും അത്തരം സ്വർണം അന്തരീക്ഷത്തിലെ ഡെബ്രിസുമായും മറ്റു വസ്തുക്കളുമായി എല്ലാം കൂടിച്ചേരുകയും ചെയ്യും. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരാം, എങ്ങനെ ഇത് ഭൂമിയിൽ എത്തി എന്നുള്ളത്. നമ്മുടെ ഭൂമി രൂപപ്പെടുന്നത് ഏകദേശം 4500 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ്. അതായത് ഭൂമി നിൽക്കുന്ന മിൽക്കി വേ എന്ന ഗാലക്സിക്കുള്ളിൽ അന്തരീക്ഷത്തിലെ നിരവധിയായിട്ടുള്ള ഡെബ്രിസുകൾ കൂടിച്ചേർന്ന് ഭൂമി പോലൊരു പ്ലാനറ്റ് ഉണ്ടായി. അതിൽ പതുക്കെ പതുക്കെ ജീവന്റെ അംശങ്ങൾ വന്നു, അവിടെ ജീവജാലങ്ങൾ വരാനായി തുടങ്ങി. പതുക്കെ നമ്മൾ ഇന്ന് കാണുന്ന ഭൂമിയിലേക്ക് എത്തി. അത്തരത്തിൽ ഭൂമി രൂപപ്പെടുന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ ഗോൾഡ് അടങ്ങിയ ഡെബ്രിസുകളാണ് ഭൂമിയുടെ ഫോർമേഷനിൽ തന്നെ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഭൂമിയിൽ സ്വർണം കാണപ്പെടുന്നത്. നമ്മൾ ഭൂമിയിൽ സ്വർണം കാണുന്ന ഘടന നോക്കിയാൽ കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഏറ്റവും കൂടുതൽ സ്വർണം കാണപ്പെടുന്നത് ഭൂമിയുടെ ഇന്നർ കോറിനുള്ളിലാണ്. അതായത് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഭൂമിയുടെ മധ്യഭാഗത്തേക്ക് എത്തണമെങ്കിൽ ഏകദേശം 6500 കിലോമീറ്റർ വരെ സഞ്ചരിക്കും. അത്തരത്തിൽ നമുക്ക് ഒരിക്കലും ഭൂമിയിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കാൻ കഴിയില്ല. പകരം ഈ ഒരു രൂപപ്പെടുന്നതിന്റെ ഭാഗമായി ഭൂമിയുടെ ക്രസ്റ്റിലും അതായത് ഉപരിതലങ്ങളിലും അതുപോലെ തന്നെ പാറകളിലും സ്വർണത്തിന്റെ അംശം എത്തിയിട്ടുണ്ട്. അത്തരം സ്വർണമാണ് നമ്മൾ യഥാർത്ഥത്തിൽ വേർതിരിച്ചെടുത്ത് ഇന്നത്തെ ഉപയോഗത്തിലേക്ക് എത്തിക്കുന്നത്. ഇനി ഭൂമിയിലേക്ക് സ്വർണം എത്താൻ രണ്ടാമതായ ഒരു കാര്യമുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ നക്ഷത്രക്കല്ലിന്റെ കഥ തന്നെ. നിരവധിയായിട്ടുള്ള ഉൽക്കകൾ പല കാലഘട്ടങ്ങളിലും ഭൂമിയിൽ പതിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഉൽക്കകളിൽ അടങ്ങിയിരിക്കുന്ന സ്വർണത്തിന്റെ അംശം ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവയെല്ലാം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന സ്വർണത്തിന്റെ ഭാഗമാണ്. ഇത്തരത്തിൽ നക്ഷത്രങ്ങളിൽ ഈ ഒരു സ്വർണം രൂപപ്പെടുന്ന രീതിയെ ആർ പ്രോസസ് എന്നാണ് പറയപ്പെടുന്നത്. ശാസ്ത്രജ്ഞന്മാർ ഈ ഒരു ടെക്നോളജി യഥാർത്ഥത്തിൽ പ്രൂവ് ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്ന കാര്യം എന്ന് പറയുന്നത് ഭൂമിയിൽ ഒരിക്കലും സ്വർണം ഉണ്ടാവുന്നില്ല. നമ്മുടെ ഭൂമിയിൽ രൂപാന്തരപ്പെട്ട കാലഘട്ടത്തിലും അതിനുശേഷവും നക്ഷത്രങ്ങളുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഉൽക്കകളുടെ ഭാഗമായിട്ടോ വന്നിരിക്കുന്ന ഗോൾഡും മാത്രമാണ് ആകെയുള്ള ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ ഭൂമിയിൽ ഉണ്ടാവാൻ ഒരിക്കലും സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗോൾഡ് ഒരു പ്രഷ്യസ് മെറ്റൽ ആണ്. ഈ ഒരു സ്വർണത്തിന്റെ ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇത് കണ്ടെത്തിയ കാലം മുതൽക്ക് തന്നെ വേണമെങ്കിൽ ശിലായുഗം എന്നൊക്കെ പറയാം. അന്നത്തെ കാലത്ത് മുതൽ തന്നെ സ്വർണം ഒരു പ്രഷ്യസ് മെറ്റലായി നമ്മൾക്കിടയിൽ തന്നെ ഉണ്ട്. ഈ ഒരു മെറ്റലിന് വളരെയധികം ഷൈനിങ് ഉള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ആൾക്കാരെ ആകർഷിക്കാനും ആൾക്കാർക്കിടയിലേക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കാനും ഇതിന് സാധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ ലഭിക്കുന്നത് വളരെയധികം റയർ ആയതുകൊണ്ട് തന്നെ പലരും ഇതിനെ സ്വന്തമാക്കണമെന്നും ആഗ്രഹിച്ചു. അത്തരത്തിൽ നമ്മൾ ഇന്ന് മനുഷ്യന്മാർക്കിടയിൽ ഈ ഒരു സ്വർണം സ്വന്തമാക്കാൻ വേണ്ടി കാണിക്കുന്ന എല്ലാ വ്യഗ്രതകളും പണ്ടത്തെ കാലത്ത് തന്നെ യഥാർത്ഥത്തിൽ ആരംഭിച്ചു എന്ന് വേണം പറയാൻ. അന്നത്തെ കാലത്തെ സാധാരണ നായാടികളിൽ നിന്നും ഓരോ രാജവംശങ്ങൾ ഉടലെടുത്തു. രാജാക്കന്മാരുണ്ടായി. രാജാക്കന്മാർക്ക് വേണ്ടി സ്വർണം കാഴ്ചവെക്കാനായി തുടങ്ങി. അവിടെ നിന്നും അവരുടെ ക്ഷേത്രങ്ങളുടെയും അവരുടെ കിരീടത്തിന്റെയും അവരുടെ ആഭരണത്തിന്റെയും എല്ലാത്തിന്റെയും ഭാഗമായി മാറാൻ സ്വർണത്തിന് സാധിച്ചു. അതിൽ നിന്നും സ്വർണം നമ്മുടെ നാണയത്തിലേക്കും വിൽക്കുന്നതിന്റെയും വാങ്ങുന്നതിന്റെയും ഒരു മാധ്യമമായി തന്നെ മാറി. ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കിയാലും നമ്മുടെ എല്ലാം വാണിജ്യത്തിന്റെ പ്രധാന മാധ്യമം എന്ന് പറയുന്നതും സ്വർണം തന്നെയാണ്. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും സ്വർണം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സ്വർണം നിങ്ങൾക്ക് ഏത് രാജ്യത്ത് വേണമെങ്കിലും ഉപയോഗിക്കാം, ഏത് രാജ്യത്ത് നിന്ന് വേണമെങ്കിലും വാങ്ങുകയും ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെയും നമ്മുടെ ലോകത്തിന്റെയും സാമ്പത്തിക ഭദ്രതയും ഈ ഒരു സ്വർണത്തിൽ തന്നെയാണുള്ളത്.
ഇനി ഈ ഒരു സ്വർണം എന്തുകൊണ്ടാണ് നമുക്ക് ഓരോരുത്തർക്കും ഇത്രത്തോളം ഇഷ്ടമുള്ളത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്ന കാര്യത്തെക്കുറിച്ച് നോക്കാം. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഈ ഒരു സ്വർണത്തിന്റെ വാല്യൂ തന്നെയാണ്. വളരെയധികം റെയർ ആയിട്ടുള്ള മെറ്റൽ ആയതുകൊണ്ട് തന്നെ വലിയ കാശ് കൊടുത്ത് വേണം ഇത് വാങ്ങാനായിട്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സമ്പാദ്യമുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സമ്പാദിക്കുന്ന ആൾക്കാർക്കോ മാത്രമേ ഇത്തരം സ്വർണം വാങ്ങാൻ സാധിക്കുകയുള്ളൂ. അത് ചിലപ്പോൾ ആഭരണങ്ങളാവാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാവാം. അത് വാങ്ങുന്നത് കൊണ്ട് തന്നെ മിക്കവാറും ആൾക്കാർക്കും ഒരു സെൽഫ് പ്ലഷർ തോന്നാറുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പ്രൗഢിയും സ്വയം തോന്നാറുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ മലയാളികളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്ത്യയിൽ കാണുന്ന ആൾക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ ലോകത്ത് കാണുന്ന ആൾക്കാരായിക്കോട്ടെ, എല്ലാ ആൾക്കാരും ഇത്തരത്തിൽ ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതും അവ ആഭരണങ്ങളാക്കി ധരിക്കുന്നതും അല്ലെങ്കിൽ കയ്യിൽ സൂക്ഷിക്കുന്നതും. ഇവ കയ്യിൽ സൂക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ഒരിക്കലും ഇത്തരം സ്വർണ്ണങ്ങൾക്ക് സാധാരണ വില കുറയാറില്ല. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും ഈ ഒരു ഉൽപ്പന്നം വിറ്റ് കഴിഞ്ഞാൽ അവർ വാങ്ങിയതിനേക്കാൾ വില ലഭിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ ഏത് തരം മെറ്റൽ എടുത്താലും അവ കാലപ്പഴക്കത്തിനനുസരിച്ച് നശിക്കാറാണ് പതിവ്. ചിലപ്പോൾ തുരുമ്പ് വന്നേക്കാം, അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻ നടന്നേക്കാം. പക്ഷേ സ്വർണം എന്ന മെറ്റലിന് അത്തരത്തിലൊന്നും സംഭവിക്കില്ല. ഏത് സമയം വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിലേക്ക് അതിനെ മാറ്റാനായി സാധിക്കും. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഗോൾഡിന്റെ ഫിസിക്കൽ ക്വാളിറ്റിയും ഡ്യൂറബിലിറ്റിയും ആണ്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വീടുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ അമ്മുമ്മയുടെയോ ഒക്കെ സ്വർണം നിങ്ങളുടെ വീട്ടിലുണ്ടാവും. അതായത് എത്ര കാലപ്പഴക്കം ചെന്നാലും ഈ സ്വർണം നശിക്കില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് വിവാഹത്തിന് സമ്മാനമായി കിട്ടിയത് കുടുംബത്തിലെ തന്നെ ആൾക്കാരുടെ വളരെയേറെ കാലപ്പഴക്കമുള്ള സ്വർണമായിരിക്കാം, അല്ലെങ്കിൽ തലമുറകളായി കൈമാറി വരുന്ന സ്വർണങ്ങളായിരിക്കാം. ഇവയെല്ലാം നമ്മുടെ മലയാളികളുടെ ജീവിതചര്യയുടെ ഭാഗമാണ്. ഇത്തരത്തിൽ കൈമാറാൻ സാധിക്കുന്നത് അവ ഒരിക്കലും നശിക്കാത്തതും കൊണ്ടാണ്. ഇത്തരത്തിൽ തലമുറകൾ കൈമാറി വരുന്ന ഗോൾഡുകൾ അഭിമാനമായി കാണുന്ന ആൾക്കാരും വളരെയേറെയുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് യാതൊരുവിധ ടെൻഷനും കൂടാതെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മേഖലയാണ് സ്വർണം എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കാം, അല്ലെങ്കിൽ മറ്റുള്ള ബാങ്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കാം. പക്ഷേ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും യുദ്ധങ്ങൾ വന്നാലോ ഈ ഷെയർ മാർക്കറ്റ് എല്ലാം അതേ രീതിയിൽ താഴേക്ക് പോവുകയും നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മളൊരു ബാങ്കിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ലോകത്തുണ്ടാവുന്ന ഓരോ ഇവന്റ്സിനും അനുസരിച്ച് ഇൻട്രസ്റ്റിനകത്ത് വ്യത്യാസങ്ങൾ വരികയും ചിലപ്പോൾ ബാങ്കുകൾ കൊളാപ്സ് ആവുന്ന അവസ്ഥകളും വരെ എത്തിയേക്കാം. പക്ഷേ സ്വർണം എന്നുള്ളത് ഇതിനെല്ലാം ഉപരി ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അത് ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും നിങ്ങൾക്ക് സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഈ ഒരു പ്രത്യേകത കൊണ്ട് തന്നെ നമ്മളിൽ മിക്കവാറും ആൾക്കാരും സ്വർണം എന്ന മെറ്റലിലേക്ക് പലപ്പോഴും ആകൃഷ്ടരാകുന്നുണ്ട്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് കൾച്ചറൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ്. അതായത് നമ്മളിൽ പല ആൾക്കാരും ഈ ഒരു സ്വർണത്തിനെ പവറായിട്ടും പ്രസ്റ്റീജ് ആയിട്ടും കാണാറുണ്ട്. നമ്മുടെ നാട്ടിൽ പണ്ട് മുതൽക്കേ തന്നെ സ്ത്രീധനം എന്നൊരു ദുരാചാരം നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി സ്വർണമാണ് സ്ത്രീകളെ അണിയിച്ച് അവരുടെ വിവാഹത്തിന് നൽകുന്നത്. ദുരാചാരം എന്ന് പറഞ്ഞാലും പണ്ട് മുതൽക്കേ ഉള്ളതെന്ന് പറഞ്ഞാലും ഇപ്പോഴും അത് സുലഭമായി തന്നെ നടക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ. അതിൽ തന്നെ എത്രത്തോളം സ്വർണം കൊടുക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് ഓരോരുത്തരും അവരുടെ പ്രസ്റ്റീജ് നിലനിർത്തുന്നത്. ചിലപ്പോൾ 100 പവൻ കൊടുത്തു എന്ന് പറയുമ്പോൾ സന്തോഷം ലഭിക്കുന്ന ആൾക്കാരുണ്ട്, 150 പവൻ കൊടുത്തു എന്ന് പറയുമ്പോൾ സന്തോഷം ലഭിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അതിന് മുകളിൽ കൊടുത്തു എന്ന് പറയുമ്പോൾ സന്തോഷം ലഭിക്കുന്ന ആൾക്കാരുണ്ട്. ഇത്തരത്തിൽ ഒരു മെന്റൽ പ്രഷർ നേടാൻ വേണ്ടി പല ആൾക്കാരും സ്വർണം എന്ന ഒരു മെറ്റലിനെ ഉപയോഗിക്കാറുണ്ട്. അത് നിരന്തരമായി നടന്നു വരുന്നുണ്ട്. നമ്മുടെ കേരളത്തിന് തന്നെ ആകെയുള്ള സ്വർണത്തിന്റെ അളവ് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ 70% ഇത്തരത്തിൽ ആഭരണങ്ങളായിട്ടാണ് ഇരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ മലയാളികൾക്ക് ഈ ഒരു സ്വർണത്തോടുള്ള അമിതമായ താല്പര്യവും അത് എത്രത്തോളം അവരുടെ പ്രസ്റ്റീജിന്റെ ഭാഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇത്തരം ഗോൾഡിന് എങ്ങനെയായിരിക്കും വില കൂടുന്നത് നോക്കാം. നമ്മൾ പലരും തെറ്റിദ്ധരിച്ച് വെക്കാറുണ്ട് ഇത്തരം ഗോൾഡിന് മനഃപൂർവ്വം വില ഉയർത്തി പറഞ്ഞ് വിൽക്കുന്നതാണെന്നൊക്കെ. യഥാർത്ഥത്തിൽ ഗോൾഡിന് പല സമയത്തും വില കൂടാറുമുണ്ട്, കുറയാറുമുണ്ട്. പക്ഷെ അതിൽ വില കൂടുന്നതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത്. 2005 കാലഘട്ടങ്ങളിൽ 1 പവൻ സ്വർണത്തിന് വെറും 4000 രൂപയാണെങ്കിൽ ഇന്ന് അതിന് ഏകദേശം 90,000 രൂപയ്ക്ക് മുകളിലാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വില മാറുന്നത്? നമുക്ക് അതിനെക്കുറിച്ചൊന്ന് നോക്കാം. ഈ ഒരു സ്വർണ്ണവില വ്യത്യാസത്തിന് പ്രധാനമായ കാരണങ്ങളായി മാറുന്നത് യുദ്ധങ്ങളും അതുപോലെ തന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളും എന്തെങ്കിലും തരത്തിലുള്ള പാൻഡമിക് വരുന്നതൊക്കെയാണ്. അതിന് ചില ഉദാഹരണങ്ങളും പറയാം. ഇതിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ആണ്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ പലതരത്തിൽ നിക്ഷേപിക്കാൻ സാധിക്കും. അത് ബാങ്കുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗോൾഡ് ആവാം. പക്ഷേ ഇത്തരത്തിൽ എന്തെങ്കിലും യുദ്ധങ്ങളോ അല്ലെങ്കിൽ ട്രേഡ് കോൺഫ്ലിക്റ്റോ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ തന്റെ പണം നഷ്ടപ്പെടാതിരിക്കാൻ വലിയ സേഫ് ഹെവനായിട്ട് ഉപയോഗിക്കുന്നത് ഇത്തരം ഗോൾഡിനെയാണ്. അതിന്റെ ചില ഉദാഹരണങ്ങളാണ് പറയുന്നത്. 2008 ഗ്ലോബൽ ക്രൈസിസ്
ക്രൈസിസ് വന്ന സമയത്ത് ആൾക്കാർ ഏറ്റവും കൂടുതൽ സ്വർണ്ണത്തിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്. അന്നത്തെ കാലത്ത് സ്വർണത്തിന്റെ വില വളരെയധികം കൂടിയിരുന്നു. നമ്മൾ 2014 ഡിമോണിറ്റൈസേഷൻ നോക്കുകയാണെങ്കിലും നമ്മുടെ ഷെയർ മാർക്കറ്റിലെല്ലാം വളരെ വലിയ ക്രാഷ് വരികയും പലർക്കും വലിയ നഷ്ടങ്ങൾ ഉണ്ടാവുകയും ലാഭം കുറവ് ലഭിക്കുകയും ചെയ്തു. എന്നാൽ അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്തത് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ ഗോൾഡിന് സാധാരണ രീതിയിൽ നിന്നും ഉയർന്ന വിലയിലേക്കും എത്തിയിരുന്നു. 2019-2020 കാലഘട്ടങ്ങളിൽ ലോകം മുഴുവൻ കോവിഡ് എന്ന് പറയുന്ന വലിയൊരു പാൻഡമിക് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുത്തത് ഗോൾഡാണ്. അന്നും സ്വർണത്തിന്റെ വില വലിയ നിലയിലേക്ക് എത്തിയിരുന്നു. വളരെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഗോൾഡ് എന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ളൊരു മെറ്റലാണ്, റെയർ ആയിട്ടുള്ളൊരു മെറ്റലാണ്. അത് ഭൂമിയിൽ പുതിയതായി ഉണ്ടാകുന്നില്ല, പകരം ഉള്ളതിനെ തന്നെ ശരിയായ രൂപത്തിൽ ഇവിടെ എടുക്കുകയാണ് ചെയ്യുന്നത്. അത്തരം എടുക്കുന്ന പ്രോസസ്സിനും വളരെയധികം ചിലവ് കൂടുതലുമാണ്. ഇത്തരത്തിൽ എടുക്കുന്ന മെറ്റൽ വാങ്ങാനായി കൂടുതൽ ആൾക്കാർ ഉണ്ടാവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? സാധാരണ നമ്മുടെ കടകളിലും അല്ലെങ്കിൽ കച്ചവടക്കാർ ചെയ്യുന്ന പോലെ തന്നെ അതിന്റെ മൂല്യം ഉയരും. ഇത്തരത്തിൽ മൂല്യങ്ങൾ ഉയരുന്നത് ഏത് സമയത്തായിരിക്കും? ഏതെങ്കിലും യുദ്ധങ്ങളോ വ്യാപാരപരമായ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളോ വരുന്ന സമയത്ത് മറ്റൊരു സോഴ്സിലും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തപ്പോഴാണ് ഇത്തരത്തിൽ ഗോൾഡ് ഒരു ഇൻവെസ്റ്റ്മെന്റ് മോഡലായി തിരഞ്ഞെടുക്കുന്നത്. ഇത് വലിയൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുകയും സ്വർണത്തിന്റെ വില വളരെ വലിയ രീതിയിൽ കൂട്ടുകയും ചെയ്യും. ഇവിടെ സ്വർണം എന്നത് ലോകമെമ്പാടും ആക്സെപ്റ്റഡ് ആയതുകൊണ്ട് തന്നെ ലോകത്ത് ഏത് ഭാഗത്ത് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് മുഴുവൻ രാജ്യങ്ങളെയും ബാധിക്കും, മുഴുവൻ രാജ്യങ്ങളുടെ സ്വർണ്ണ വിലയെയും ബാധിക്കും. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ, താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക.